ഹലോ, ഞാൻ ഫാത്തിമ ജാസ്മിൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഡോപ്പയിൽ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ കുറേ കാലങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന നീറ്റ് എക്സാമിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുക അല്ലേ. അപ്പം ഒരു മാരത്തൺ തന്നെയായിരുന്നു നമ്മളെ നീറ്റ് ജേർണി എന്ന് പറയുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടു, പല ബുദ്ധിമുട്ടുകളും പല ഒബ്സ്റ്റക്കിൾസും നമ്മൾ തരണം ചെയ്ത് നമ്മൾ ഈ ലാസ്റ്റ് പോയിന്റ് വരെ എത്തിയിരിക്കുകയാണ് അല്ലേ. ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്ന അതേ സ്റ്റേജിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. അപ്പം ഈ ഒരു സമയത്ത് എനിക്കുണ്ടായിരുന്ന ടെൻഷനും എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും നന്നായിട്ട് എനിക്കറിയാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ സെൽഫ് ഡൗട്ടും ബുദ്ധിമുട്ടും ടെൻഷനും ഒക്കെ തരണം ചെയ്തതെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഏതാനും കുറച്ച് ഡേയ്സും കൂടെ അല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മളൊരു മാരത്തൺ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഡിസ്റ്റൻസും കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ മാക്സിമം എനർജി, നമുക്ക് ബാക്കിയുള്ള മാക്സിമം എനർജി എടുത്തിട്ട് ഒരു സ്പ്രിൻറ്റ് പോലെ എത്തിക്കാനല്ലേ നോക്കുക. അപ്പം ഇനി ശരിക്കും പറഞ്ഞാൽ നീറ്റിൻ്റെ പ്രിപ്പറേഷനിലും നമ്മൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇത്രയും കാലം നമ്മൾ പഠിച്ചു, ഒരുപാട് മോക്ക് എക്സാംസും അനാലിസിസും ഒക്കെ ചെയ്തു. പക്ഷേ ഇനിയുള്ള സമയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് മോക്ക് എക്സാംസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നീറ്റ് എക്സാമിൻ്റെ ടൈം 2 to 5 ആണല്ലോ. അപ്പം ഡെയിലി 2 to 5 നീറ്റ് മോഡലിലുള്ള ഒരു എക്സാം മസ്റ്റായിട്ട് എല്ലാവരും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പം ഇത് വേണമെങ്കിൽ ലാസ്റ്റ് ഒരു 1 or 2 ഡേയ്സ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ അതുവരെയുള്ള ഡേയ്സ് മസ്റ്റായിട്ട് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാളും എത്രയോ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ മോക്ക് എക്സാംസ് കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഒരു എക്സാം എഴുതുന്നത് വഴി നമ്മളെ കംപ്ലീറ്റ് സിലബസിൻ്റെ ഒരു റിവിഷൻ തന്നെയാണ് നടക്കാൻ പോകുന്നത്. അപ്പം ചിലപ്പോൾ നമുക്ക് ചെയ്യുമ്പം എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും കിട്ടിയെന്നൊന്നും വരില്ല. ചിലപ്പോൾ നമുക്ക് അറിയാത്ത കുറേ ടോപ്പിക്സ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാം. പക്ഷേ അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. നമ്മൾ ആ എക്സാം കഴിഞ്ഞ ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അത് അനലൈസ് ചെയ്യുക, അതിൽ ഏത് ടോപ്പിക്കാണോ തെറ്റിപ്പോയത്, എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത് എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യുക. അതോടുകൂടി നമുക്ക് ആ ഒരു ടോപ്പിക്കും സംഭവം ഒക്കെ ക്ലിയർ ആയി. മാത്രമല്ല ഈ 2 to 5 ടൈമിൽ നമുക്ക് നമ്മളെ ബ്രെയിനിനെ മാക്സിമം പ്രൊഡക്റ്റീവ് ആവാൻ കൂടെ ട്രെയിൻ ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം ഗിവിങ് എന്നുള്ള സ്ട്രാറ്റജിയിലൂടെ. പിന്നെ ഞാൻ ഡെയിലി ബേസിസിൽ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇനോർഗാനിക് കെമിസ്ട്രി ഞാൻ ഡെയിലി ഒരു 15 minutes 30 minutesൻ്റെ അടുത്ത് ഡെയിലി വായിക്കുമായിരുന്നു നീറ്റിനോട് അടുപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അത് എത്ര പഠിച്ചു കഴിഞ്ഞാലും ഭയങ്കര വോളറ്റൈലായി ഞാൻ പെട്ടെന്ന് മറന്നു. അപ്പം ഡെയിലി ബേസിസിൽ ഒരു 15 to 30 minutes ഞാൻ അത് വായിക്കുമായിരുന്നു. പിന്നെ നമ്മളിപ്പം എല്ലാവരുടെ അടുത്തും മുന്നേ പറഞ്ഞതാണ്, ഇൻസ്ട്രക്ഷൻസ് തന്നതാണ് ഇക്വേഷൻ ബുക്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പം ഫിസിക്സിൻ്റെയും അതേപോലെ ഫിസിക്കൽ കെമിസ്ട്രീൻ്റെ ഒക്കെ ഇക്വേഷൻ ബുക്സ് കയ്യിലുണ്ടായിരുന്നു. ഇക്വേഷൻ ബുക്സ് ഡെയിലി കുറച്ച് വെച്ചിട്ട് റിവൈസ് ചെയ്യും. ഈ ഇക്വേഷൻ ബുക്സ് റിവൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഫിസിക്സിലും ഫിസിക്കൽ കെമിസ്ട്രിയിലൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള പോർഷൻസും അതേപോലെ ഞാൻ മറന്നു പോയേക്കാം എന്ന് തോന്നുന്ന പാർട്ടിന്നൊക്കെ എടുത്തിട്ട് ക്വസ്റ്റ്യൻസും മാക്സിമം വർക്കൗട്ട് ചെയ്യും. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു എക്സാം എഴുതുന്ന പോലെ ടൈമറൊക്കെ വെച്ചിട്ട് അങ്ങനെയായിരുന്നു കേട്ടോ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ബയോളജി NCERT വായിക്കുക എന്നുള്ളത്. മാക്സിമം ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് NCERT ഇരുന്ന് വായിക്കും. പിന്നെ അതേപോലെ ഈ നീറ്റിന് നമ്മൾ മോക്ക് എക്സാംസ് ചെയ്തുവല്ലോ, അപ്പം തെറ്റിപ്പോയ ടോപ്പിക്സ് ഉണ്ട്, ആ ടോപ്പിക്സ് എടുക്കും. ആ ടോപ്പിക്സ് എന്തുകൊണ്ടാണ് തെറ്റിയത്, ഇപ്പം ഏതെങ്കിലും ടോപ്പിക്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് ആ പെർട്ടിക്കുലർ ടോപ്പിക്ക് NCERT നോക്കിയിട്ട് ഒന്നും കൂടെ റെഫർ ചെയ്യും. ഇത്തരത്തിലായിരുന്നു ബയോളജി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മൊത്തത്തിൽ ഇപ്പം 3 സബ്ജക്റ്റിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു വർഷം പ്രിപ്പയർ ചെയ്തിരുന്ന ടൈമിൽ കുറച്ച് ഷോർട്ട് നോട്ട്സ് എന്നുള്ള രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പം അതിൽ എല്ലാ സാധനം കൂടെ എടുത്തിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതിലെനിക്ക് ഈ റിവിഷൻ ഫേസിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളതും അന്നേരം മറന്നു പോകുന്നു, റിപ്പീറ്റഡ് ആയിട്ട് എത്ര പഠിച്ചാലും മറന്നു പോകുന്നു എന്നൊക്കെ തോന്നുന്ന കുറച്ച് സാധനം, കുറച്ച് ടോപ്പിക്സ് അല്ലെങ്കിൽ കുറച്ച് ഫാക്ട്സ് പിന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടോപ്പിക്സ് ഞാനിപ്പം എന്തെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഷെഡ്യൂൾ അനുസരിച്ചിട്ട് പഠിച്ചു പോകുമായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ബോറടിക്കുമ്പം അല്ലെങ്കിൽ ഒരു ബ്രേക്ക് വേണം. ഇപ്പം ചിലപ്പോൾ ഫിസിക്സ് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ചെയ്യുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നുമ്പം ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഷോർട്ട് നോട്ട്സ് എടുക്കും, കുറച്ച് നേരമൊക്കെ ഒന്ന് റിവൈസ് ചെയ്യും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഷോർട്ട് നോട്ട് റിവിഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നിയൊരു കാര്യമാണ്. കാരണം എൻ്റെ ഷോർട്ട് നോട്ടിൽ ഉണ്ടായിരുന്ന സാധനം എന്ന് പറയുന്നത് ഞാൻ മറന്നു പോകുന്നതാണ്. അപ്പം അതിങ്ങനെ ഒരു റിപ്പീറ്റഡ് റിവിഷന് വേണ്ടിയിട്ട് ആ ഷോർട്ട് നോട്ട്സ് റിവൈസ് ചെയ്യൽ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇനിയുള്ള ഈ കുറച്ച് ഡേയ്സിൽ നമ്മളെ പ്രൊഡക്ടിവിറ്റിൻ്റെ മാക്സിമം നമ്മൾ കൊടുക്കാൻ നോക്കുക. ഒരു 15 to 16 hours എങ്കിലും ഇരുന്ന് പഠിക്കാൻ നോക്കുക. കാരണം ഇനി ഈ സമയം നമുക്ക് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകണില്ല. നമ്മളിങ്ങനെ ഈ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് അയ്യോ അന്ന് കുറച്ചും കൂടെ ഒരു എഫേർട്ട് ആയിരുന്നു, കുറച്ചും കൂടെ പഠിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല അല്ലേ. ഇത്രയും കാലം നിങ്ങൾ എങ്ങനെയായിരുന്നോട്ടെ, എങ്ങനെയും പ്രിപ്പയർ ചെയ്ത ആളും ആയിക്കോട്ടെ, ഇനിയുള്ള ഈ കുറച്ച് ഡേയ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസൊക്കെ മാക്സിമം ഫാസ്റ്റ് ആക്കിയിട്ട് ബാക്കിയുള്ള മാക്സിമം ടൈം നമ്മൾ പഠിത്തത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ നോക്കുക. കുട്ടികളടുത്ത് വിസിറ്റിനൊക്കെ പോകുന്ന സമയത്ത് പേഴ്സണലി സംസാരിക്കുമ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ ലാസ്റ്റ് ഫേസിൽ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആണ്. ഇപ്പോൾ ഈവൻ ഞാനാണെന്നുണ്ടെങ്കിലും കുറഞ്ഞൊരു സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നു
ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും നമുക്കിങ്ങനെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുറഞ്ഞൊരു പേടിയൊക്കെ ഉണ്ടാകും. അത് ഓഫ് കോഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ നമുക്കത് ഉണ്ടായിരിക്കും, അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആ ഒരു കുറഞ്ഞ എമൗണ്ട് ഓഫ് സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനം ഒരു ഒപ്റ്റിമം ലെവലിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. കാരണം കുറഞ്ഞൊരു എമൗണ്ട് ഓഫ് സ്ട്രെസ് നമുക്ക് വേണം നമ്മളെ മുന്നോട്ട് പ്രൊപ്പൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇപ്പോൾ തീരെ സ്ട്രെസ് ഇല്ല, ഒരു ടെൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇനി പ്രിപ്പയർ ചെയ്യില്ല, അങ്ങിരിക്കും വെറുതെ. പക്ഷേ ഒരു കുറഞ്ഞ എമൗണ്ട് ഓഫ് സ്ട്രെസ്, അയ്യോ നീറ്റ് എക്സാം എടുക്കാനായല്ലോ, ഞാൻ മാക്സിമം പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ഉള്ളിലുള്ള ഒരു തോട്ട് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആവശ്യമാണ് ഒരു ഫ്യൂവലായിട്ട്. പക്ഷേ ഒരു ലിമിറ്റ് കടന്നു പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ സ്ട്രെസ് അടിച്ചുകൊണ്ടോ നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടോ നമ്മളെ ഫൈനൽ റിസൾട്ട് ഒന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. നമ്മളെ പ്രൊഡക്ടിവിറ്റിനെ അത് ബാധിക്കുക മാത്രമേ ഉള്ളൂ. മേ ബി നിങ്ങൾ പലരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ഞാനൊരു 14 to 15 hours ഡെയിലി ഇരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, എനിക്ക് എന്നിട്ടും എന്താ മാർക്ക് കൂടാത്ത. നിങ്ങൾ സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആ ഒരു 14 to 15 hours ഇരിക്കുന്നുണ്ടെങ്കിലും അതിലൊരു മുക്കാൽ സമയം വെറുതെ ഓവർ തിങ്ക് ചെയ്ത് സ്ട്രെസ് അടിച്ചിട്ട് അയ്യോ കിട്ടുമോ എന്നുള്ള ഒരു സെൽഫ് ഡൗട്ടിൻ്റെ മേലെ ഇങ്ങനെ പോണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ആ ഒരു ചിന്ത വേണ്ട. നമുക്ക് ഇനിയുള്ള ടൈം എല്ലാവരും ഒരു അഫർമേഷൻ എന്നുള്ള രീതിക്ക് എടുക്കുക. നമുക്ക് നീറ്റ് എന്തായാലും കിട്ടിയിരിക്കും, ഞാൻ നീറ്റ് നേടിയിരിക്കുന്നു, ആ ഒരു തോട്ട് മാത്രം മതി. ബാക്കി ഇനിയിപ്പം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് ചെയ്യാം, അതൊക്കെ നമുക്ക് നീറ്റ് എക്സാം കഴിഞ്ഞ് എക്സാം ഹാളിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നോക്കാം. അതുവരെ നമുക്ക് ഈ ഒരു തോട്ടിന് യാതൊരു പ്രസക്തിയില്ല. ഇപ്പം ചെയ്യാൻ പറ്റുന്നത് എനിക്ക് നീറ്റ് കിട്ടും എന്ന് 100% ബിലീവ് ചെയ്യുക. പിന്നെ കുറച്ച് പേരിൽ കണ്ടുവരുന്ന വേറൊരു ടെൻഷനാണ് ഈ സ്കോറ് എത്ര പഠിച്ചിട്ടും കൂടുന്നില്ല, ഇനിയിപ്പം ഫൈനൽ നീറ്റിനും ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം നല്ല സ്കോറൊക്കെ ഉണ്ടായിരിക്കും ചിലവർക്ക്, ഇപ്പോൾ ഫൈനൽ നീറ്റിന് കുറഞ്ഞു പോവോ, അത്തരത്തിലൊരു സെൽഫ് ഡൗട്ട് വേണ്ട. നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ 100% കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കുറേ മോക്ക് എക്സാംസ് എഴുതുന്നുണ്ട് അല്ലേ, അപ്പം മേ ബി അതിൽ 1ലോ 2ലോ ഒക്കെ ചിലപ്പം സ്കോർ കുറഞ്ഞു ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും നമ്മൾ സ്കോറിൽ കാണാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ളൊരു പ്രശ്നം പലർക്കും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഒരിക്കലും നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഫൈനൽ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നീറ്റ് എഴുതി ഹാളിൽ നിന്ന് ഇറങ്ങുന്നവരെ നിങ്ങളെ ഫൈനൽ റിസൾട്ട് ഒരിക്കലും ആയിട്ടില്ല. ആ ഫൈനൽ മൊമെൻറ്റിന് വേണ്ടിയിട്ട്, ആ ഫൈനൽ ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. ഇപ്പോഴത്തെ സ്കോർ എന്തും ആയിക്കോട്ടെ, നമ്മൾ ജസ്റ്റ് ഇപ്പോഴത്തെ ഈ മോക്ക് എക്സാംസ് എന്ന് പറയുന്നത് നമ്മളെ മിസ്റ്റേക്സ് മനസ്സിലാക്കാനും വീക്ക് ഏരിയാസ് മനസ്സിലാക്കാനും ഫൈനൽ നീറ്റിന് നല്ലൊരു സ്കോർ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാത്രം കണ്ടാൽ മതി. എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഫൈനൽ നീറ്റിന് ഹൈ സ്കോർ, എന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടിയതിൽ വെച്ചിട്ട്, ഇവർക്ക് മോക്ക് എക്സാംസ് ഒക്കെ എഴുതിയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് സ്കോർ ഫൈനൽ നീറ്റിന് വന്നിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സിന് എനിക്ക് പേഴ്സണലി അറിയാം. അവർ ചെയ്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തിങ് എന്ന് പറയുന്നത് ആ മോക്ക് എക്സാംസിനെ മോക്ക് എക്സാംസ് ആയിട്ട് കണ്ടു. നീറ്റിൻ്റെ സീരിയസ്നെസ്സോട് കൂടിയിട്ട് മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കി എഴുതുമ്പം ബട്ട് അതിൽ നിന്ന് വന്ന മിസ്റ്റേക്സ് എന്ന് അവർ പഠിച്ചു, സ്ട്രെസ് ഫ്രീ ആയിട്ട് കാമായിട്ട് ഫൈനൽ നീറ്റ് കൊടുത്തു എന്നുള്ള കാര്യമാണ്. അപ്പം അത്തരത്തിൽ മാത്രം മോക്ക് എക്സാംസിനെ കാണുക. പിന്നെ മാക്സിമം ഹോപ്പ് കൈവിടാതെ നോക്കുക. ഫൈനൽ നീറ്റിന് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. അപ്പോൾ പഠനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഹെൽത്തിൻ്റെ കാര്യം, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ സാധനം. നമ്മൾ എക്സാമും ബാക്കിയൊക്കെ കറക്റ്റായിട്ട് നമ്മളെ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മളെ ഹെൽത്ത് തന്നെയാണ് അല്ലേ. അപ്പം അത് മാക്സിമം ഹെൽത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള അനാവശ്യ ശീലങ്ങളും എല്ലാം ഒഴിവാക്കാൻ നോക്കുക. ഫുഡ് കഴിക്കാൻ മടിയാണെങ്കിൽ വേഗം കഴിച്ചിടുക. നമുക്ക് ഹെൽത്തിനും നമ്മളെ ബ്രെയിന് വർക്ക് ചെയ്യാനും ഒക്കെ ഗ്ലൂക്കോസ് ആവശ്യമാണ്. നന്നായിട്ട് ഫുഡ് കഴിക്കുക, ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, നല്ല ചൂടാണ്, വെള്ളം കറക്റ്റായിട്ട് കുടിക്കാൻ നോക്കുക ഡെയിലി. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ സ്ലീപ്പ് ഷെഡ്യൂള് കറക്റ്റായിട്ട് ഒരു ഫിക്സ്ഡ് ടൈമിൽ ഉറങ്ങുക, ഫിക്സ്ഡ് ടൈമിൽ എണീക്കുക എന്നുള്ള ഒരു ശീലം ഇനിയുള്ള കുറച്ച് ഡേയ്സെങ്കിലും മസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഒരു കണ്ടിന്യൂസ് 6 to 7 hours, നേരത്തെ പറഞ്ഞ പോലെ 6 to 7 hours ഓഫ് കണ്ടിന്യൂസ് സ്ലീപ്പ് ഒരു ഫിക്സ്ഡ് ടൈമിലാക്കിയെടുക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നീറ്റിൻ്റെ തലേന്ന് മേ ബി എന്തായാലും കുറച്ചും കൂടെ ഒരു ആങ്സൈറ്റി എക്സൈറ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു ഡെയിലി ഒരു ഫിക്സ്ഡ് ടൈമിൽ ഉറങ്ങിയുള്ള ആ ഒരു ശീലം ഉണ്ടാകുമ്പം നമുക്ക് അത് കുറേയൊക്കെ ഒഴിവാക്കാം. അപ്പോൾ ഇൻ കേസ് ഇനിയിപ്പം നീറ്റിൻ്റെ തലേന്ന് ഉറങ്ങിയില്ല എന്ന് കരുതിയിട്ടൊന്നും ടെൻഷൻ അടിക്കും വേണ്ട കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇതേപോലെ, ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സാമിൻ്റെ തലേന്ന് ഭയങ്കര ആങ്സൈറ്റി, ഒരു ടെൻഷൻ പോലെ കറക്റ്റ് ഉറങ്ങാൻ പറ്റിയില്ല, രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല ഓൾമോസ്റ്റ്. അപ്പം അടുത്ത ഡേ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മുന്നേ ഒരിക്കലും വേറെ ആരുതോ കേട്ട, എന്നുവെച്ചാൽ ആർക്കും ഉറങ്ങാഞ്ഞിട്ട് വലിയ പ്രശ്നം വന്നില്ല എന്ന് കേട്ട ആ ഒരു കഥേൻ്റെ പുറത്ത് കുറച്ചൊരു മോട്ടിവേഷൻ്റെ പുറത്ത് പോയിട്ട് നീറ്റ് എക്സാം എഴുതി. അപ്പം മേ ബി ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനൊരു ഇഷ്യൂ
ഫേസ് ചെയ്യേണ്ടി വന്നാൽ അറ്റ്ലീസ്റ്റ് ഈ കാര്യമെങ്കിലും ഓർക്കുക. ഇപ്പോൾ ആൾ എൻ്റെ കൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. നീറ്റ് എക്സാം എഴുതി നന്നായിട്ട് കാമായിട്ട് എഴുതി സ്കോർ ചെയ്ത് നല്ലൊരു സ്കോറിലേക്ക് എത്തി. അപ്പോൾ ഇൻ കേസ് ഇനി ആർക്കെങ്കിലും ഉറങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും വന്നാൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. പക്ഷേ ഡെയിലി ഉറങ്ങാൻ നോക്കുക. നീറ്റ് എക്സാമിൻ്റെ തലേന്ന് മാക്സിമം നേരത്തെ കിടന്നിട്ട് ഒരു 7 to 8 hours ഉറങ്ങാൻ നോക്കുക. നിങ്ങളായിട്ട് ഉറക്കം കളയരുത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് സ്ട്രെസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പം മേ ബി സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ്, എല്ലാതെയും ഇപ്പം ക്ലൈമറ്റ് ചേഞ്ചസ് കാരണമോ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ്, പനി, ചുമ അങ്ങനെയൊക്കെ മേ ബി വന്നേക്കാം. അപ്പം അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ബോധേഡാവണ്ട. മാക്സിമം സ്ട്രെസ്സ് കുറയ്ക്കുക. അത് കാരണം ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് അവിടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുഞ്ഞ് പനിയോ ചുമ എന്തെങ്കിലുമൊക്കെ വന്നാൽ അത് ഏർലിയസ്റ്റ് പോയിട്ട് കാണിക്കുക, അതിനുള്ള മെഡിക്കേഷൻസ് എടുക്കുക. അല്ലാതെ അതുകൊണ്ട് ഇനി ഇതായി പോവുക അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കരുത് കേട്ടോ. അത്തരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടും നന്നായിട്ട് നീറ്റ് ക്രാക്ക് ചെയ്ത കുട്ടികളൊക്കെ എനിക്കറിയാം കേട്ടോ. അതൊന്നും ഒരു കൺസേൺ ആവണ്ട. നമ്മളിപ്പം പറ്റുന്നിടത്തോളം പ്രൊഡക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് നീറ്റിൻ്റെ തലേ ദിവസം കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട്, അത് നിങ്ങളെ പ്രിപ്പറേഷൻ്റെ ഇനിയുള്ള ഡേയ്സിൽ നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ട. ആ ഡേ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് കാമായിട്ട് ഇരിക്കുക. നീറ്റിന് ഇനി കുറച്ച് ഡേയ്സും കൂടെ അല്ലേ ഉള്ളൂ എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുന്നതിൻ്റെ പകരം ഞാൻ ഇത്രയും ആഗ്രഹിച്ച്, ഞാൻ അത്രയും കഷ്ടപ്പെട്ട, ഒരുപാട് സാക്രിഫൈസസ് ചെയ്ത് എൻ്റെ ഡ്രീം ഒരു റിയാലിറ്റി ആവാൻ വേണ്ടിയിട്ട് ഇനി ഏതാനും കുറച്ച് ഡേയ്സ് ഉള്ളൂ എന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഇനിയുള്ള ഈ കുറച്ച് ഡേയ്സ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം വർക്ക് ചെയ്യുക. ഇൻ കേസ് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊന്ന് ബേൺഡ് ഔട്ട് ആവുക, അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റ് ഡൗൺ ആവുന്നൊക്കെ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങൾ ഫൈനൽ നീറ്റ് എക്സാമിന് നല്ലൊരു സ്കോർ മേടിച്ചിട്ട് നിങ്ങളെ ഡ്രീം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന ഡേയും, അതേപോലെ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങളെ പാരൻസിൻ്റെ മുഖത്തുള്ള ആ ഒരു പ്രൗഡ് സ്മൈലും ഒക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നിങ്ങളെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ഈ ഫൈനൽ നീറ്റിന് വേണ്ടിയിട്ട് ഒരു വർഷമായിട്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ചു, എക്സാംസ് എഴുതി, ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലേ. അപ്പം നിങ്ങൾ കടന്നു പോയ ആ ഒരു പ്രോസസ്സിനെയും നിങ്ങളിട്ട എഫേർട്സിനെയും ബിലീവ് ചെയ്യുക. അതിൽ നിങ്ങൾ 100% ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളിട്ട എഫേർട്സോ സാക്രിഫൈസ് ചെയ്ത കാര്യങ്ങളോ ഒരിക്കലും വേസ്റ്റ് ആവുന്നില്ല. അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഇൻ വൺ വേ ഓർ അതർ എന്തായാലും കിട്ടിയിരിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും കൂടെ ഉണ്ട്. പോസിറ്റീവായിട്ടിരിക്കുക, നല്ലോണം പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.